നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ ബാധിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ ബഹ്റൈൻ വിമാനത്താവളത്തിൽ പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയിലൂടെ വ്യക്തമാക്കി തരികയാണ് ഒരു മലയാളി. മറ്റു രാജ്യങ്ങൾക്കുൾപ്പെടെ മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ് ബഹ്റൈൻ ഭരണാധികാരികളുടേതെന്ന് വീഡിയോയിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ആ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. എയർപോർട്ടിനകത്ത് ബഹ്റൈൻ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ക്വാറന്റൈൻ സെന്ററുകൾ. ബഹ്റൈൻ പ്രതിരോധ നടപടികൾ തുടങ്ങുന്നത് ഒരു ഫോമിൽ നിന്നാണ്. കെയ്റോയിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഈ ഫോം കിട്ടും. യാത്രയ്ക്കിടെ വിമാനത്തിലും ഇത് വിതരണം ചെയ്യുന്നുണ്ട്. കൊറോണ വൈറസ് ബാധിതമായ 12 രാജ്യങ്ങളിൽ 2 ആഴ്ചയ്ക്കകം പോയിട്ടുണ്ടോ എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ ഒരു അനൗൺസ്മെൻറ്റ്. മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ട്രാൻസിറ്റ് യാത്രക്കാർ മാത്രം വിമാനത്തിന് പുറത്തിറങ്ങാനും ബാക്കിയുള്ളവർ സീറ്റിൽ തന്നെ ഇരിക്കാനുമായിരുന്നു അത്. ബഹ്റൈനിൽ ഇറങ്ങേണ്ട 36 യാത്രക്കാരാണ് പിന്നെ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അവരെ അറൈവൽ ഏരിയയിൽ പ്രവേശിപ്പിക്കാതെ ബസ്സിൽ കയറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. മെയിൻ ബ്ലോക്കിൽ നിന്ന് വളരെ അകലെ പ്രത്യേകം ഒരുക്കിയ കുറേ ടെൻറ്റുകളിലേക്ക് കൊണ്ടുപോയത്. കൊറോണ വൈറസ് ബാധയ്ക്കെതിരെ ബഹ്റൈൻ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ നടപടികൾ. വൈറസ് ബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ അവിടെ വന്നിറങ്ങുമ്പോൾ അവരെ വിമാനത്താവളത്തിൽ കയറ്റാതെ നേരെ ഈ ക്വാറന്റൈൻ ടെൻറ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ ടെൻറ്റിൽ നിന്നും 10 പേരെ വീതം മറ്റൊരു ടെൻറ്റിലേക്ക് ബസ്സിൽ കൊണ്ടുപോയി. പരിശോധനയ്ക്ക് പുറമെ കൊറോണ വൈറസ് ടെസ്റ്റിനായി മൂക്കിൽ നിന്ന് സ്വാബ് എടുക്കുന്നതും ഈ ടെൻറ്റിൽ വെച്ചാണ്. ഇൻഫ്രാറെഡ് തെർമോമീറ്റർ നെറ്റിയിലേക്ക് ചൂണ്ടി പനിയുണ്ടോ എന്ന് പരിശോധിക്കലാണ് ആദ്യഘട്ടം. അതിനുശേഷം യാത്രക്കാരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കും. മൂക്കിൽ നിന്ന് ദ്രവം പരിശോധനയ്ക്കായി എടുക്കും. ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും അടുത്ത 14 ദിവസം ജോലിക്ക് പോകരുതെന്ന് നിർദ്ദേശിച്ച് രോഗാവധിക്കുള്ള സർട്ടിഫിക്കറ്റ് അവിടെ വെച്ച് തന്നെ ഡോക്ടർ കൈമാറും. ശേഷം ആദ്യത്തെ ടെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. PCR ടെസ്റ്റ് പൂർത്തിയായി ഫലം അറിയാൻ 6 മണിക്കൂർ വേണം. ആ സമയം വരെ ഇവിടെ ഇരിക്കണം. ഫലം നെഗറ്റീവ് ആണെങ്കിലേ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കൂ. പോസിറ്റീവ് ആണെങ്കിൽ യാത്രക്കാരെ ക്വാറന്റൈൻ ആശുപത്രിയിലേക്ക് മാറ്റും. നെഗറ്റീവ് ആണെങ്കിലും ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ 14 ദിവസത്തേക്ക് മാറ്റി താമസിപ്പിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോകാൻ അനുവദിക്കുന്നത്. വൈകിട്ട് 5-ന് വിമാനം ഇറക്കിയെങ്കിലും ടെസ്റ്റിനായി ഈ മലയാളിയുടെ സ്വാബ് എടുത്തത് 8 മണിക്കാണ്. സ്ത്രീകളെയും കുട്ടികളെയുമാണ് ആദ്യ ബാച്ചിൽ പരിശോധിക്കുക. ഫലം കിട്ടാൻ പുലർച്ചെ 2 വരെ കാത്തിരിക്കണം. സമയം ചെലവിടാനായി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കിടക്കാനുള്ള സൗകര്യവും വെള്ളവും ഭക്ഷണവും കിട്ടുന്നുണ്ട്. 3 മണിയോടെ ഈ വിമാനത്തിലെ എല്ലാവരുടെയും ഫലം നെഗറ്റീവ് ആണെന്ന് അറിയിപ്പ് വരികയും ചെയ്തു. പിന്നെ ജീവനക്കാർ ലിസ്റ്റുമായി എത്തി പേര് വിളിച്ച് ഓരോരുത്തരെയായി ബസ്സിൽ കയറ്റി. വൈറസ് ബാധയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മാത്രമായി ഒരുക്കിയ ഇമിഗ്രേഷൻ ആൻഡ് പാസ്പോർട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന ടെൻറ്റിലേക്കാണ് കൊണ്ടുപോയത്. ശേഷം വീണ്ടും ബസ്സിൽ കയറ്റി എയർപോർട്ടിലെ പ്രത്യേക എക്സിറ്റിൽ എത്തിച്ചു. അപ്പോഴേക്കും യാത്രക്കാരുടെ ലഗേജുകൾ അവിടെ എത്തിച്ചിരുന്നു. പുറത്തെത്തുമ്പോൾ പുലർച്ചെ 5 മണിയായിരുന്നെങ്കിലും വിഷമമൊന്നും തോന്നിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. വൈറസിനെ നിയന്ത്രിക്കാൻ ഒരു ഭരണകൂടം പരമാവധി ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യക്തിപരമായ അസൗകര്യങ്ങൾ പരിഗണിക്കാതെ അതിനോട് സഹകരിക്കുകയാണല്ലോ വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. തൻ്റെ കൂടെ ഈജിപ്തിലുണ്ടായിരുന്ന അമേരിക്ക, ഗ്രീസ്, റഷ്യ എന്നീ രാജ്യങ്ങളിലെ സഹപ്രവർത്തകർ അവരുടെ രാജ്യങ്ങളിൽ വിമാനം ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന ഉണ്ടായില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. അതുകൂടി മനസ്സിലാക്കുമ്പോൾ കൊച്ചു രാജ്യമായ ബഹ്റൈൻ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനത്തെ അഭിനന്ദിക്കാതിരിക്കാനാകില്ല എന്നും അദ്ദേഹം പറയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.